ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പോട്ടിലേക്ക് 1.5 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചും ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ഒന്ന് പൊടി വാട്ടിയെടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് വാട്ടിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിതിനെ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് ചൂടാറി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ വീതം ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ കൂടുതൽ എരിവൊക്കെ വേണ്ടവർക്ക് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഭംഗിയാണ് ഉണ്ടാവുക. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രത്തിന് ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രസ്സിന് മുകളിലായിട്ട് ഞാനിപ്പോൾ അവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരി നല്ല രീതിയിൽ തന്നെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ വേറെ സെപ്പറേറ്റ് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രസ്സിൽ മാത്രം തന്നെ ഒന്ന് അമർത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു പത്തിരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നും ഇതുപോലെ ഒന്ന് വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓരോന്നും പരത്തിയെടുത്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരി ഒരുപാട് അങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചെയ്തെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ 2 സൈഡിലും നമുക്ക് നെയ്യൊക്കെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ആ ഒരു രീതിയിലും ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നും ഒരേ രീതിയിലൊക്കെ പത്തിരിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതിൽ ചെല്ലിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്പൈസി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പത്തിരി ഉള്ളത്. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കി എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി വേണമെന്നുള്ളത് യാതൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് കറിയില്ലാതെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.